ഞാൻ ഫാദർ ജോർജ് മുണ്ടയ്ക്കൽ, ഈ നൂറാന്തോട് സെൻറ് ജോസഫ് പള്ളിയുടെ വികാരിയാണ്. റൂബി ജൂബിലിയോടനുബന്ധിച്ച് 40 ഇടവകകൾ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ആദ്യം ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിലൊരു ഇടവക ചില കാരണങ്ങൾ കൊണ്ട് മാറേണ്ടി വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഞങ്ങൾക്ക് ഇത്. അതും വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ധ്യാന പ്രസംഗങ്ങൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഈ ധ്യാന പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ശുശ്രൂഷകൾക്കാണ് കുറച്ചുകൂടി ഒരു പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ദിവസങ്ങളിൽ പോകുമ്പോൾ പ്രസംഗങ്ങളും നല്ല മനോഹരമായ ആശയങ്ങൾ അവർ പങ്കുവെച്ച് തരുന്നത്, എന്നാൽ അതിന് ശേഷം തരുന്ന ഓരോ ശുശ്രൂഷകളും അത് വളരെ ഹൃദയസ്പർശിയായിരുന്നു, കണ്ണ് നനയിക്കുന്നതായിരുന്നു. ഒപ്പം ഓരോ ജീവിതത്തിൻ്റെ മേഖലകളിലും അത് പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ ഒത്തിരി അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് വികാരി എന്ന നിലയിൽ ഞാൻ ഈ സമയം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനോടുള്ള ആ ഒരു സ്നേഹവും നന്ദിയും തമ്പുരാൻ ഞങ്ങൾക്കിത് അനുവദിച്ചു തന്നതിലുള്ള സന്തോഷവും ഒരുപോലെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിന് പിന്നിൽ വലിയ ഒരു ഒരുക്കം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഒപ്പം ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയും കൂടി ഒരു ഫലമായിട്ടാണ് ഞങ്ങളിത് ലഭിക്കുന്നത്. തുടർന്നും ഈ ചൈതന്യത്തിൽ ജീവിക്കും, ഈ ഇടവക ജനം വളരും, ഭാവിയിലും പ്രതീക്ഷകളുണ്ടാകും എന്നുള്ള സന്തോഷവുമുണ്ട്. അപ്പോൾ ഇതിന് അവസരം നൽകിയിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പെരുമ്പാവൂരിനടുത്ത് ഒരു കുടുംബം, ഈ കുടുംബത്തിലെ ഒരു അപ്പച്ചനും അമ്മച്ചിയും പട്ടാശ്രമത്തിൽ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. വളരെ സങ്കടത്തോടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കൂടെ ഒരു മകളുണ്ട്. മകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, മകൾക്ക് 18 ഏക മകൾ, നീണ്ട നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിലുണ്ടായ മകളാണ്. ഈ മകൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം, 18ാം ജന്മദിനം. അപ്പനും അമ്മയും ഈ മകൾക്ക് സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ വാങ്ങി മകൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് കാത്തിരുന്നു. രാവിലെ പതിവിലും താമസിച്ചാണ് ഇത്. മകള് പതിവിലും താമസിച്ചിട്ടും മകള് ഉണർന്നില്ല, മകള് വരുന്നില്ല. ഈ അപ്പനും അമ്മയും മെല്ലെ വന്ന് വാതിലിൽ മുട്ടി. വാതിൽ ചാരിയിട്ടിട്ടേ ഉള്ളൂ, തുറന്നു കിടക്കുകയാണ്. വാതിൽ തുറന്നു, ഉള്ളിലേക്ക് പ്രവേശിച്ചു, ലൈറ്റ് ഇട്ടു. മകളെ മുറിയിൽ കാണാനില്ല. നോക്കിയപ്പോൾ, ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഇതാ ഒരു കൊച്ചു കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ഇന്നെനിക്ക് 18 വയസ്സ് പൂർത്തിയായി, ഞാൻ പ്രായപൂർത്തിയുള്ളവളായി, എനിക്ക് ഇന്ന ഒരാൾ ഇഷ്ടമാണ്, ഞാൻ അവൻ്റെ കൂടെ പോകുന്നു, എന്നെ അന്വേഷിച്ച് വരണ്ട. 18ാം ജന്മദിനത്തിൽ മകൾക്ക് സർപ്രൈസ് കൊടുക്കാൻ കടന്നു ചെന്ന അപ്പനും അമ്മയും മുഖത്തോട് മുഖം നോക്കി. അവർക്കാണ് സർപ്രൈസ് കിട്ടിയത്. പ്രിയമുള്ളവരെ, 18 വയസ്സുള്ള ഈ പെൺകുട്ടി 6 മാസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട സുഹൃത്ത്, ഈ സുഹൃത്തുമായിട്ട് സ്നേഹത്തിലായി. ഈ സുഹൃത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ സുഹൃത്ത് വിളിച്ചിടത്തേക്ക് ഇവള് പോവുകയാണ്. ഈ കാരണവന്മാരെങ്ങനെയൊക്കെയോ ഇവള് പോയ വഴികൾ, അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഇവള് താമസിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. ഇടുക്കി ഭാഗത്ത് ഒരു മലയോര മേഖലയിലാണ് ഇപ്പോൾ അവളുള്ളത്. അവൾ താമസിക്കുന്ന ഇടത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ പ്രിയമുള്ളവരെ, ഈ കാരണവന്മാർക്ക് വലിയ സങ്കടമാണ്. ഈ മകൾ താമസിക്കുന്ന ഏതാണ്ട് ഈ ടെൻ്റ് അടിച്ചതുപോലെ ഷീറ്റ് കെട്ടിയ ഒരു മറുപുര, അവിടെയാണ് താമസിക്കുന്നത്. ഇവനെ ഇവൾക്കിഷ്ടമാണ്. ഇവളേക്കാൾ ഏതാണ്ട് 15 വയസ്സ് പ്രായമുള്ള ഒരുവൻ. എന്ത് പറഞ്ഞിട്ടും ഇവനെ ഉപേക്ഷിച്ചു പോരുവാൻ ഇവൾ തയ്യാറാകുന്നില്ല. സങ്കടപ്പെട്ട് തിരിച്ചു പോരുന്ന മാതാപിതാക്കൾ. ഒരു 3 മാസങ്ങൾ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവൾ അമ്മയെ ഒരു രാത്രി ഫോൺ വിളിക്കുന്ന: അമ്മേ, ഞാൻ നാളെ വീട്ടിലേക്ക് വരികയാകട്ടോ. മകളല്ലേ? അമ്മ എതിർത്ത് പറഞ്ഞില്ല. പിറ്റേ ദിവസം മകൾ വന്നപ്പോഴാണ് കാര്യം അറിയുന്നത്. ഇവളേക്കാൾ 16 വയസ്സുള്ള, ഇൻസ്റ്റഗ്രാമിൽ 6 മാസങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ഇവന് വിവാഹിതനാണ്, ഭാര്യയുണ്ട്,
2 പിള്ളേരുമുണ്ട്. 3ാമത്തെ കൊച്ചിൻ്റെ പ്രസവത്തിന് ഭാര്യ വീട്ടിൽ പോയ സമയത്താണ് മനോഹരമായ ഈ ഇടുക്കിയിലെ വീട്ടിലേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത്. തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചതാ. ഒരു തോന്നലാ, അവൻ്റെ കൂടെ അങ്ങ് പോയേക്കാം. പ്രിയമുള്ളവരെ, ഈ മകളെയും കൊണ്ട് ഈ അപ്പനും അമ്മയും കടന്നു വരുമ്പോൾ അച്ഛാ കൊച്ചു മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വലിയ സങ്കടമാ, അസ്വസ്ഥതയാ, ആകുലതയാ. പ്രിയമുള്ളവരെ, തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും. വലതുകരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം തിരുവചനം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം, ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതം നിറയപ്പെടുമ്പോൾ കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, കൂടെയുള്ളവരെ പരിഗണിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, അച്ഛനൊരു ചോദ്യം ചോദിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്ര എണ്ണമുണ്ട്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം, 22, 23 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 9. സ്നേഹം, ആനന്ദം, സമാധാനം. പറഞ്ഞേ, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. വലതുകരമുയർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞ ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് പുതുജീവൻ നൽകുന്ന ആത്മാവാണ്, പുത്തൻ അഭിഷേകം നൽകുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പറന്നിറങ്ങുന്ന അഭിഷേക ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സാധിക്കുന്നവർ മുട്ടിന്മേലായിരുന്നു കൊണ്ട് ആരാധനാ ഗീതത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്ത് പാടി പ്രാർത്ഥിക്കാം.
കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിൽ ഒന്നിച്ചു ചേർത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. കരങ്ങൾ കൂപ്പി തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഒന്ന് നോക്കുന്നു. 34 സങ്കീർത്തനത്തിൻ്റെ 5-ാം തിരുവചനം, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. കർത്താവിനെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തെ പുത്തൻ പ്രകാശത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് കൈപിടിച്ച് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം. പുറപ്പാട് പുസ്തകത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുക: നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിന്റെ രോഗം അവിടെ നിന്ന് എടുത്തു മാറ്റും, നിന്റെ ദേശത്ത് നിന്ന്, നിന്റെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റും. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേയ്ക്ക്, ആരാധന, 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 ആരാധന അങ്ങേയ്ക്ക്, ആരാധന. ഇരു കരങ്ങളും മടിയിൽ തുറന്നു വെച്ച് പരിശുദ്ധാത്മാവേ, വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ ഫലങ്ങളാൽ പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. ഹാലേലുയ, ഹാലേലുയ. കർത്താവിൻ്റെ ചൈതന്യം എൻ്റെ മേലുണ്ട്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി ഈശോയുടെ മേൽ നിറഞ്ഞതുപോലെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ പറന്നിറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹാലേലുയ, ഹാലേലുയ. ഇരു കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒരു 2-3 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ. പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ. അവിടുത്തെ കൃപകളാൽ, അവിടുത്തെ വരങ്ങളാൽ എൻ്റെ ജീവിതത്തെ ധന്യമാക്കണമേ. ഹാലേലുയ്യ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ എൻ്റെ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണമേ. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പാടാം. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സഹായകനെ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ സ്ത്രീകന്മാരുടെ മേൽ പറന്നിറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, പാടിക്കേ. ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും എല്ലാവരും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, നമ്മുടെ താമരശ്ശേരി രൂപതയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ നേതൃത്വത്തിൽ നൂറാന്തോടിൽ നടന്ന പോപ്പുലർ മിഷൻ്റെ അവസാനം ഇന്ന് ആയിരിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ പല അവസ്ഥകളിലൊക്കെ ആയിരിക്കാം. പഠിക്കുന്നവരുണ്ട്, അതുപോലെ ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും നമ്മിലുള്ള ആ ഒരു ദൈവാശ്രയ ബോധം നഷ്ടപ്പെടാണ്ട് എപ്പോഴും ആ ഒരു ദൈവവിശ്വാസവും നമ്മുടെ ആ ഒരു ദൈവാശ്രയവും ഭക്തിയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലും ആ ഒരു ദൈവാശ്രയ ബോധവും ആ ഒരു ദൈവചിന്തയും നമ്മെ എപ്പോഴും നയിക്കട്ടെ. എപ്പോഴും ആ ഒരു ദൈവാശ്രയ ബോധം എപ്പോഴും എളിമയിൽ ജീവിക്കാനുള്ള ഒരു കൃപ നിങ്ങൾക്ക് എപ്പോഴും തരും. പിന്നെ പരമാവധി പ്രാർത്ഥനയിലൂടെയും പരമാവധി നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കണം. അതുപോലെ വിശുദ്ധ കുർബാനയോടും മറ്റു കൂദാശകളോടൊക്കെ എവിടെയായിരുന്നാലും നല്ലൊരു ബന്ധത്തിൽ പോകുവാനൊക്കെ ആയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അങ്ങനെ ഈ ധ്യാനത്തിലൂടെ കിട്ടിയ ആ ഒരു ആത്മീയ ഉണർവ്, ആ ഒരു ആത്മീയ ചൈതന്യം നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥനയിലൂടെ നിലനിർത്താനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ ഇടവകയിൽ നിന്ന് ഏകദേശം 8 വൈദികർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനിയും ദൈവവിളികൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ വരുവാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് അമൽ. ഞാൻ നൂറാന്തോട് സെൻറ്റ് ജോസഫ് ചർച്ചിലെ ഇടവാംഗമാണ്. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായി പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയാണ്. പ്രത്യേകിച്ച് അതിലെ ധ്യാനങ്ങളൊക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ധ്യാനത്തിൽ നടന്ന ഓരോ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചും യുവജനങ്ങളായ ഞങ്ങൾക്ക് കുറേ അറിയാൻ സാധിച്ചു. ഞാൻ ജോയി പാലാട്ടി. ഞാൻ ഈ ഇടവക അംഗമാണ്. ഈ ഇടവകയിലെ ഇപ്പോഴത്തെ നടത്തിപ്പ് കൈക്കാരനാണ്. പിന്നെ എൻ്റെ ചുറ്റും നിൽക്കുന്ന സഹപ്രവർത്തകരാണ്. എൻ്റെ ചങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മെൽബിൻ കരോട്ടുമല, ഒന്ന് ജോഷി വാളിപ്ലാക്കൽ, ഇത് ജോസ് മണിക്കൊമ്പൽ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇടവകയിൽ ഈ ധ്യാനം വരുമ്പോൾ അറിയിപ്പിൽ അച്ഛൻ പറഞ്ഞു നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന്.
ആ സമ്മാനം എന്താണ് എന്നറിയാൻ വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, നമുക്ക് 23 വർഷത്തിന് ശേഷം വീണ്ടും പോപ്പുലർ മിഷൻ ധ്യാനം നമ്മുടെ ഇടവകയിൽ വരികയാണെന്ന്. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് കണ്ട ആ സന്തോഷം, അത് ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഇടവകാജനത്തിൻ്റെ മുഖത്ത് വളരെ എന്താ പറയുക, അത്രയും തെളിമയിൽ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ ധ്യാനം ഇതേ ഡേറ്റിൽ മറ്റൊരു ഇടവകയിൽ നടക്കേണ്ട ഒരു ധ്യാനമായിരുന്നു. ഒരു ദൈവാനുഗ്രഹം പോലെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടുത്തെ ഇടവകാജനത്തിന് ഒത്തിരിയേറെ ഉണർവ് ഏകിയിട്ടുണ്ട്. ഈ ധ്യാനം ഇവിടെ നടത്താൻ മുൻകൈ എടുത്ത നമ്മുടെ വികാരി അച്ഛനും ഈ ധ്യാനം ഇവിടെ നടത്തിയ അച്ഛന്മാർക്കും ഈ ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.